വേണം ഉസ്താദ്, അത് വേണം. നമ്മള് ജന്മദിനം ആഘോഷിക്കേണ്ടത് ആരതാണ്? ഹബീബായ തങ്ങളുടേതാണ്, നമ്മളതല്ല. നമ്മളെ ജന്മദിനമല്ല ആഘോഷിക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്, അല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വരുമ്പോ നമ്മൾ എന്തെല്ലാം അലങ്കാരങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാവണം റബീഉൽ അവ്വൽ വരുമ്പോ. അതൊരു വിശ്വാസി അങ്ങനെയാണ്. നമ്മുടെ മക്കളെക്കാളും മക്കളെ കല്യാണം വരുമ്പോ നമ്മൾ നല്ല ഉഷാറായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അലങ്കരിക്കുന്നുണ്ട്, പന്തല് കെട്ടുന്നുണ്ട്, മാല ബൾബ് ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ മക്കളെക്കാളും അപ്പയെക്കാളും ഉമ്മയെക്കാളും എല്ലാതിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. ഒരു വിശ്വാസിക്ക് ഹബീബായ തങ്ങളോട് മഹബ്ബത്തില്ലെങ്കിൽ അവന് ഈമാനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈമാൻ സലാമത്താകണോ, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണോ, നമ്മുടെ ഈമാനിന് ശക്തി വേണോ, മുത്തുനബിയെ സ്വീകരിക്കാൻ വീടുകൾ തയ്യാറാകണം. അത്തരക്കാരെ വീട്ടിൽ ഹബീബായ തങ്ങളെ നോട്ടുണ്ടാകും. അതിന് ഒരുപാട് പൈസ ഒന്നും വേണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളെ വീടുകൾ നമ്മൾ അലങ്കരിക്കണം. അത് മുത്തുനബിയോടുള്ള മഹബത്താണ്. അങ്ങനെ മഹബത്ത് വെക്കുന്ന വീട്ടിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, അവർക്ക് വലിയ ബറക്കത്തുണ്ടാകും. ആ വീട്ടിൽ ഹബീബായ മുത്തുനബി തങ്ങളെ നോട്ടമുണ്ടാകും. പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ തങ്ങളെ മൗലിദ് കഴിക്കണം, എല്ലാ ദിവസവും ചെല്ലണം. നല്ല വിപുലമായിട്ട് ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന സാമ്പത്തിക സ്ഥിതി എന്താണോ അതനുസരിച്ച് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഏറ്റവും വലിയ പരിപാടി, വർഷത്തിലെ ഏറ്റവും വലിയ പരിപാടി അത് തങ്ങളെ മൗലിദായിരിക്കണം. എന്തൊരു റാഹത്തുണ്ടാവുന്നറിയോ, ആ വീട്ടിൽ എന്തൊരു സന്തോഷം ഉണ്ടാവുന്നറിയോ. നമ്മളെ മക്കളെ വിളിച്ച്, കുടുംബങ്ങളെ വിളിച്ച്, മരുമക്കളെ വിളിച്ച്, അയൽവാസികളെ വിളിച്ച്, കുടുംബങ്ങളെ വിളിച്ച്, പള്ളിയിലെ ഉസ്താദുമാരെ വിളിച്ച്, തഅല്ലിമീങ്ങളെ വിളിച്ച് നല്ല ഒരു മൗലിദ്. പൈസ ഉള്ളവരാണെങ്കിൽ 10,000 രൂപ ചെലവായി, 20,000 രൂപ ചെലവായി, 30,000 ചെലവായി, എന്താ പ്രശ്നം? ഹബീബായ തങ്ങൾക്ക് വേണ്ടി അല്ലേ നമ്മൾ ചെലവഴിക്കേണ്ടത്? അങ്ങനെയല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുത്തുനബിയോട് ഹബീബായ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഹബീബായ തങ്ങളെ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മദ്ഹിന് വേണ്ടി, അങ്ങേക്കു വേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണെന്ന് ഇമാം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്ര പൈസ കിട്ടിയാലും സ്വഹാബത്ത് മുഴുവനും അത് ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് ആ ഒരു മഹബ്ബത്ത് നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകിയതിൽ നിന്ന് ഒരു ഭാഗം, ഒരു അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നല്ല ഒരു മൗലിദ് കഴിക്കണം. നല്ല ഒരു മൗലിദ്, അത് വലിയ ബറക്കത്താണ്, അത് വലിയൊരു റാഹത്താണ്. റബീഉൽ അവ്വൽ വരുമ്പോ തീരുമാനിക്കണം, ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം മദ്ഹ് ചൊല്ലണം. ചൊല്ലൂലേ? സ്വലാത്ത് ചൊല്ലി എല്ലാരും ചൊല്ലുന്നുണ്ടാവും, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം ചൊല്ലണം. ഓരോ ദിവസവും നമ്മൾ ഇതുവരെ ചൊല്ലിയിരുന്നത് 1000 ആണെങ്കിൽ 2000 ആക്കാം, 100 ആണെങ്കിൽ 200 ആക്കാം, 200 ആണെങ്കിൽ ഒരു 313 സ്വലാത്താക്കാം. അങ്ങനെ തുടങ്ങി ചൊല്ലിയതിനേക്കാൾ ഇരട്ടിയെങ്കിലും ആക്കിയിട്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇതൊക്കെ മുത്തുനബിയുമായുള്ള ഒരു ബന്ധമാണ്, അല്ലെ? ഹബീബായ തങ്ങളെ ജന്മദിനം 1500-ാം ജന്മദിനം. ഈ വർഷത്തെ നബിദിനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1500-ാം ജന്മദിനം ഹബീബായ തങ്ങളെ ആ ഒരു ജന്മദിനം വരുമ്പോ നമ്മൾ നല്ലോണം ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ റബീഇനെ സ്വീകരിക്കണം. നമ്മുടെ പൂർവികർ, നമ്മുടെ മഹത്തുക്കൾ അങ്ങനെ നമുക്ക് കാണിച്ചു തന്നതാണ്. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന കളന്തോട് ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എത്ര വലിയ മഹാനാണ് അവര്. കളന്തോട് പോയവരുണ്ടോ? ലൈവിൽ അറിയിക്കുക. എത്ര ആളുകൾ ഉണ്ടാവുന്നറിയോ?
എത്ര ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾക്ക് കളത്തോട് ഒരു ആശാ കേന്ദ്രമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉസ്താദ് അവர்கள் വഫാത്തായി എങ്കിലും ഇപ്പോഴും കളന്തോട് ഉസ്താദിന്റെ ഹദ്റത്ത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. അല്ലെ, പോയവർക്കറിയാം എന്ത് പ്രശ്നവുമായിട്ട് ചെന്നാലും ഉസ്താദിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട്, ഉസ്താദിന്റെ ഒരൊറ്റ മന്ത്രി ചൂത്ത്, ആ ഒരൊറ്റ മന്ത്രിക്കൽ കൊണ്ട് എല്ലാ പ്രശ്നവും തീരാണ്. അത് ഏത് വലിയ പ്രതിസന്ധികളാണെങ്കിലും. സാധുവായ ഞാൻ തന്നെ പലപ്പോഴും പോയപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ കാര്യങ്ങൾക്ക് വലിയ സലാമത്താണ്. നമ്മൾ പരിചയമുള്ള എത്രയോ കുടുംബങ്ങള്, ഒരു സഹോദരി വയറ് സംബന്ധമായ ഒരു രോഗവുമായി കളന്തോട് ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ ഉസ്താദിന്റെ ഒരൊറ്റ വാക്കാണ്, അത് പ്രശ്നമില്ല എന്ന് ഉസ്താദ് പറഞ്ഞതോടുകൂടെ അൽഹംദുലില്ലാഹ് ആ രോഗം റാഹത്തായ അനുഭവം അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര കുടുംബങ്ങൾ എന്നോട് തന്നെ അനുഭവം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹിയുടെ പൊരുത്തമുള്ള ഉസ്താദാണ്. വലിയ വലിയ മഹത്തുക്കളുടെ പൊരുത്തമുള്ള ഉസ്താദാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ജീവിതകാലത്ത് തന്നെ ആ ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക്, കളന്തോടിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. ഇന്നും ഉസ്താദിന്റെ വഫാത്തിന് ശേഷവും അവിടേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ആ വലിയ മഹാമനീഷിയായ കളന്തോട് ഉസ്താദിന്റെ ആണ്ടാണ് നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ നടത്തുന്നത്. അവര് ഹബീബായ മുത്തുനബിയോട് വലിയ മഹബ്ബത്ത് പ്രകടിപ്പിച്ച മഹാനരാണ്. അതുപോലെ നമ്മുടെ കരളിന്റെ കഷ്ണമായ ഖുത്ബുൽ ആലം മടവൂർ ശൈഖുനാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശൈഖുനാ റബീഉൽ അവ്വൽ 12, അതേ ശൈഖുനായുടെ ജന്മദിനം കൂടിയാണല്ലോ. സിഎം വലിയുല്ലാഹിയും ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. മുത്തുനബി ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച ദിവസം. ശൈഖുനാ സിഎം വലിയുല്ലാഹിയും ജനിച്ചത് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച ദിവസമാണ്. മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. ശൈഖുനാ സിഎം വലിയുല്ലാഹിയും വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. അൽഹംദുലില്ലാഹ് മുത്തുനബിയുടെ ആ ഒരു വലിയ ഹബീബായ തങ്ങളെ പൊരുത്തം നേടിയ ശൈഖുനാ സിഎം വലിയുല്ലാഹിയുടെ മജ്‌ലിസിലല്ലേ നമ്മളുള്ളത്. ശൈഖുനാ സിഎം വലിയുല്ലാഹി മദീനത്ത് റൗള ശരീഫിന്റെ ചാരത്ത് ചെന്നപ്പോ റൗളയിൽ നിന്ന് സിഎം വലിയുല്ലാഹിയിലേക്ക് ഒരു പ്രകാശം അടിച്ചു വീശുകയാണ്. ശൈഖുനായും ഹബീബായ തങ്ങളുമായുള്ള ഒരു കണക്ഷനാണത്, ഒരു ബന്ധമാണത്. സിഎം വലിയുല്ലാഹി തങ്ങൾ ആ റൗള ശരീഫിന്റെ ചാരത്ത് ചെന്നപ്പോ ബോധരഹിതമായി വീഴുകയാണ്. ഇഷ്കിന്റെ ലോകം, മഹബ്ബത്തിന്റെ ലോകം, പ്രണയത്തിന്റെ ലോകം, ഹബീബുമായുള്ളൊരു കണക്ഷൻ. യാ അല്ലാഹ്, ആ മഹാന്മാരെയാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. ഞങ്ങൾക്ക് അവിടുത്തെ പൊരുത്തം തരണയല്ലാ, കാവൽ തരണയല്ലാ. മുഅ്മിനീങ്ങളെ, ആ മഹാനെ മുൻനിർത്തിയിട്ട് വിറുദുൽ ലത്തീഫ് ചൊല്ലുകയാണ്. ഇന്ന് കളന്തോട് ഉസ്താദിന്റെ പേര് നീയത്ത് എല്ലാവരും അങ്ങനെ വിറുദുൽ ലത്തീഫ് ചൊല്ലാം. എല്ലാത്തിനും റാഹത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓരോരുത്തരുടെയും മനസ്സിന്റെ നീറുന്ന സങ്കടം കരുതി എല്ലാവരും കരുതി. സമയം വൈകിയിട്ടുണ്ട്, നീട്ടുന്നില്ല. എല്ലാവരും കരുതി വിറുദുൽ ലത്തീഫ്, ഇന്നത്തെ വിറുദുൽ ലത്തീഫ് ചൊല്ലാൻ മഹാനരായ കളന്തോട് ഉസ്താദിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ്. ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് തീരണം, സങ്കടങ്ങൾ തീരണം, രോഗങ്ങൾ മാറണം, ടെൻഷനുകൾ മാറണം. നല്ലോണം നീ ഓരോരുത്തർ കരുതി, കണ്ണുകൾ അടച്ചു പിടിച്ച് കരുതി. അൽഹംദുലില്ലാഹ്, നമ്മൾ റാഹത്തായിട്ട് ഉംറ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ നാട്ടിലേക്ക് എത്തി. അവിടെ വെച്ചൊക്കെ നിങ്ങൾക്കൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ പുണ്യസ്ഥലങ്ങളിലും വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അല്ലാഹു മക്കത്തും മദീനത്തൊക്കെ എത്താനും ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മദീനത്തെത്തണം, കരുതിക്കോളി, മദീനത്തെത്തണം.
വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു ഹജ്ജ് ചെയ്യണം, ഒക്കെ കരുതിക്കോ ഇൻഷാ അല്ലാഹ്. റാഹത്തോടെ മജ്ലിസ് എല്ലാവരും ഷെയർ ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം. ഒക്കെ നമ്മളെ മജ്ലിസിന്റെ ഒരു വിജയമാണ് ഇൻഷാ അല്ലാഹ്. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം. അറിയാത്തവര് മക്കളോട് കുടുംബങ്ങളോടൊക്കെ ചോദിച്ചാൽ മതി, അവര് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ മജ്ലിസിന്റെ ഒരു വിജയമാണ്. നമ്മളൊരു കുടുംബം പോലെ എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ മജ്ലിസിൽ കൂടുന്നവരാണ്. എല്ലാവർക്കും റാഹത്ത് തന്നെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ സന്തോഷം നൽകട്ടെ. എല്ലാ മതതയുടെ കുടുംബങ്ങൾക്കും ഒരു സദസ്സിലും മറക്കാതെ ദുആ ചെയ്തിട്ട് ഇനിയും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. സ്വീകരിക്കട്ടെ. ചൊല്ലിക്കോളൂ.